വയനാട് ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പേ, ചൂരൽമലയിലെ വലിയ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പേ വീണ്ടും വയനാടൻ മലനിരകൾ നമ്മെ കരയിക്കുകയാണ്. മലനിരകളാണോ നമ്മെ കരയിക്കുന്നത്, മനുഷ്യരുണ്ടാക്കിയ ദുരന്തങ്ങളാണോ നമ്മെ കരയിക്കുന്നത് ചോദിച്ചാൽ നമുക്കിപ്പോഴും വളരെ പഴഞ്ചൻ സിസ്റ്റവുമായിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. വളരെ പഴഞ്ചൻ സിസ്റ്റം, ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ഒരു സേവന വേതന വ്യവസ്ഥകളുമായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് നീങ്ങുകയാണ്. അമിതാധികാരമുള്ള സംവിധാനങ്ങൾ, ദുരന്ത നിവാരണം പോലുള്ള കാര്യങ്ങൾക്ക് യാതൊരു ശ്രദ്ധയുമില്ലാത്ത സംവിധാനം. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ജൂൺ മാസത്തിലെ 40% മഴ കിട്ടിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും ബോധറേഷൻ ഉണ്ടോ? ജൂലൈ മാസത്തിൽ 8-ാം തീയതി വരെ കിട്ടേണ്ട മഴ സംസ്ഥാനത്ത് കിട്ടുന്നില്ല. ഇനി ഈ എല്ലാ മഴയും കൂടി ഒന്നിച്ച് വന്നാൽ നമുക്ക് പ്രളയമാവില്ലേ സമ്മാനിക്കുന്നത്? ഉരുൾപൊട്ടലായിരിക്കില്ലേ? ചെറിയ സ്ഥലത്ത് ചെറിയ തോതിൽ വലിയ മഴ എന്ന രീതിയിൽ കാലാവസ്ഥ മാറിക്കളിക്കുന്നു. നമുക്ക് പസഫിക് ഓഷനെ നോക്കി, എൽനിനോയെ നോക്കി, ഇന്ത്യൻ ഓഷനെ നോക്കി, ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കി, ഡൈപോൾ സിസ്റ്റത്തെ നോക്കി, മൺസൂണിനെ നോക്കി നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നമ്മളൊരു സംസ്കാരമുള്ള സമൂഹമാണ്, ഒരു സാക്ഷര സമൂഹമാണ്. ഒരു സാക്ഷരത നേടിയ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വയനാട് ദുരന്തം, ഇപ്പോൾ ഉണ്ടായ ദുരന്തം തന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? കമ്പനിക്ക് ഒരുപാട് ന്യായം പറയാനുണ്ട്. കമ്പനി പറയുന്നു, ഞങ്ങളുടെ മണ്ണല്ല, കാട്ടിൽ കിടന്ന മണ്ണ്, മോളിൽ കിടന്ന 18 മീറ്റർ അപ്പുറത്തു നിന്നുണ്ടായ ഉരുൾപൊട്ടലാണ് ഞങ്ങളെ കുഴച്ചത്. ഒരു മല, ഏത് പൊട്ടനാ വന്ന് പറഞ്ഞതെന്ന് മനസ്സിലായിരുന്നു. ഒരു മലനിര കിടക്കുമ്പോൾ മലനിരയിൽ നിങ്ങൾ താഴെഭാഗം കട്ട് ചെയ്താൽ, ഞാനിങ്ങനെ കൈവച്ചതിനെ കാണിക്കും, ഒരു താഴെഭാഗം കട്ട് ചെയ്താൽ അതിൻ്റെ മോൾ ഭാഗത്തുള്ള മണ്ണ് പെട്ടെന്ന് ഇറങ്ങി വരും, സ്ലിപ്പ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഈ ചരിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു മല കിടക്കുകയാണെങ്കിൽ ഈ മലയുടെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ, ചരിവെന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ബലമെല്ലാം കൂടി കൊടുത്ത് താഴേറ്റം വന്ന് പിന്നെ സമതലമം ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഈ മലയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ഗ്രൗണ്ട് വാട്ടറിൽ വ്യത്യാസം വരികയും അക്വിഫറിൽ വെള്ളം ഇറങ്ങുകയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഹൈഡ്രോളജിക്ക് മാറ്റം ഉണ്ടാകും, ജിയോളജിക്ക് മാറ്റം ഉണ്ടാകും, ജിയോഗ്രഫിക്ക് മാറ്റം ഉണ്ടാകും, ലാൻഡ് യൂസിന് മാറ്റം ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ 18 മീറ്റർ മുകളിൽ നടന്ന ഒരു സംഭവം മുഴുവൻ മണ്ണും എടുത്തുകൊണ്ട് പോയി. എത്ര ജീവനുകളാണ് പോയത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മീറ്റിംഗ് കൂടി ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നു, മിനിറ്റ്സിലുണ്ടെന്ന് പറഞ്ഞു. അത് പോരാ, നമുക്കൊരു പൂർണ്ണസമയ മോണിറ്ററിംഗ് സംവിധാനം ആവശ്യമുണ്ട്. ഇതുപോലത്തെ നിർമ്മാണത്തിലൊക്കെ വലിയ മോണിറ്ററിംഗ് സംവിധാനം ആവശ്യമുണ്ട്. ആ പദ്ധതി തന്നെ അവിടെ വന്നത് വലിയ ദുരന്തമായിട്ടാണ് ആളുകൾ കാണുന്നത്. പ്രകൃതി സംരക്ഷണക്കാർ പറഞ്ഞു, എത്രയോ ആളുകൾ പറഞ്ഞു, വലിയ ഒരു സെൻസിറ്റീവായിട്ടൊരു സ്ഥലത്താണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവായ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഡോക്ടർമാർ എല്ലാ പ്രിക്കോഷനും നടത്തണ്ടേ? സാധാരണ നാട്ടിൻപുറത്ത് ചെയ്യുന്നൊരു തുരങ്കം പോലെ ആ മലയുടെ അടിവാരത്ത് കൊണ്ടുവച്ച് തുരങ്കം ഉണ്ടാക്കാൻ പറ്റും? എത്ര ജീവനുകളാണ് പോയത്? ഇനിയും നമ്മൾ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ വലിയ ജീവനുകൾ ഇനിയും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. അവിടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാം? മലയാളി മരിക്കത്തില്ലയോ? വയനാടുകാർ മരിക്കത്തില്ലയോ? വയനാടെന്ന ഭൂമി കഴിഞ്ഞ 10-20 വർഷമായി അതീവ ദുർബലമായ പാരിസ്ഥിതികമായ പ്രതിസന്ധികൾ നേരിടുന്നൊരു ഭൂമികയാണ്. ഞാൻ നിരവധി തവണ വയനാട് പോയിട്ടുള്ളതും പഠനം നടത്തിയിട്ടുള്ള ആളുമാണ്. അതിൻ്റെ അനുഭവത്തിൽ പറയട്ടെ, ചേലോമ്പ്ര മലനിരകൾ, വയനാടൻ കുന്നുകൾ എന്ന് പറയുന്ന ചേലോമ്പ്ര മലനിരകൾ ഒരു സ്പോഞ്ച് പോലെ എപ്പോഴും നശിക്കാവുന്ന രീതിയിൽ നിൽക്കുന്ന മലനിരകളാണ്. ആരെയും ഭീതിപ്പെടുത്താൻ പറയുന്നതല്ല. അവിടെ ഒരു 100-150 വർഷത്തെ അധിനിവേശത്തിൻ്റെ കഥയുണ്ട്. സാധാരണ ജനങ്ങളുടെ അധിനിവേശമല്ല ഞാൻ ഈ പറയുന്നത്. അവിടെ പോയി കൃഷി ചെയ്ത പാവപ്പെട്ട ആളുകളുടെ അധിനിവേശമേ അല്ല. അവർ അവിടെ പോയി കാടിനോട് മല്ലടിച്ച്, മലയോട് മല്ലടിച്ച്, അവർ പാവങ്ങളായ ആളുകൾ ഒരുപാട് കർഷകരോട് താമസിച്ചു. അവർ പണിതൊരു പള്ളിയോ അവർ പണിത് വെച്ച 4 വീടോ അല്ല അവിടുത്തെ വിഷയം. ടൺ കണക്കിന് കിലോമീറ്ററോളം ദൂരത്തിൽ കാടുകളെ വെട്ടിമാറ്റി ഏലക്കാടുകളാക്കിയും തേയിലക്കാടുകളാക്കിയും റബ്ബർ തോട്ടങ്ങളാക്കിയും മിശ്രിത വനങ്ങളെല്ലാം മാറ്റി, പിന്നെ ചെങ്കുത്തായ സ്ഥലങ്ങളിലുള്ള മരങ്ങളെല്ലാം നശിപ്പിച്ച് മറ്റൊരു ഭൂമിശാസ്ത്ര പ്രദേശമായ ഒരു ഭൂമികയാക്കി, ഒരു ഭൂവിനിയോഗ പ്രദേശമാക്കി മാറ്റിയപ്പോൾ നമ്മൾ അതിനെ സ്പോഞ്ച് പോലെ ഇരുന്ന സ്ഥലത്തെ കൂടുതൽ വെള്ളം അബ്സോർവ് ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. നന്നായ ചെടികളും മരങ്ങളും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്.
സ്വാഭാവികമായിട്ടും വലിയ മഴ വരുന്നു, മേഘവിസ്ഫോടനം പോലുള്ള മഴകൾ വരുന്നു. അതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി, അതിനുള്ള വാഹക ശേഷി ആ ഭൂമിക്ക് ഇല്ലാതാകുന്നു. ഉരുൾപൊട്ടലല്ലേ ഉണ്ടാകുള്ളൂ, പ്രളയമല്ലേ ഉണ്ടാക്കുകയുള്ളൂ. ഇതിനേക്കാൾ വലിയ കാര്യം, കഴിഞ്ഞ സീസണുകളിൽ കിട്ടേണ്ട മഴ വയനാട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വയനാട് വരൾച്ചയിലേക്ക് പോകും. രസകരമായ കാര്യമാണ്. ഇപ്പം മഴയെടുത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ വയനാട് ഈ വർഷം വരൾച്ചയിലേക്ക് പോകും. കബനി നദി വറ്റിപ്പോയിട്ടുണ്ട് നേരത്തെ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. താമരശ്ശേരി ചുരത്തിന് മുകളിൽ 1100 മീറ്റർ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു മല, അവിടെ 400 മീറ്റർ പൊക്കത്തിൽ ആനക്കാംപൊയിൽ കയറി, താമരശ്ശേരി നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് 400 മീറ്റർ ഉയരത്തിലേക്ക് കയറി, പിന്നെ അവിടെ നിന്ന് 700 മീറ്റർ ദുരന്തത്തിൽ സഞ്ചരിച്ച്, പിന്നെ 400 മീറ്റർ പൊക്കത്തിലോട്ട് കയറി. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് രസകരമാണ് ഇതൊക്കെ കേട്ടാൽ. അപ്പോൾ ആ പദ്ധതിയെ സംബന്ധിച്ച് തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു. ഇതൊന്നും മുഖവിലക്കെടുക്കാതെ, പരിഗണിക്കാതെ, ഒരു ജനതയെയും വിശ്വാസത്തിലെടുക്കാതെ, ഒരു സാമൂഹ്യ പ്രവർത്തകരെയും സാമ്പത്തിക പ്രവർത്തകരെയും പരിസ്ഥിതി പ്രവർത്തകരെയും പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളെയും ശാസ്ത്രജ്ഞന്മാരെയും ആരെയും വിശ്വാസത്തിലെടുക്കാതെ നടന്ന ഒരു പദ്ധതി പോട്ടെ. അങ്ങനെ നടത്തുമ്പോഴെങ്കിലും ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാതെ, ഒരു സാങ്കേതികത്വം കൊണ്ടുവരാതെ, എന്തൊരു ദുരന്തമാണ് സംഭവിക്കുന്നത്, എന്തൊരു ദുരിതമാണ് സംഭവിക്കുന്നത്. ദുരിതമാണ്, വളരെ വലിയ പ്രതിസന്ധിയാണുള്ളത്. കേരളത്തിൽ മാറുന്ന മഴ, കുറയുന്ന മഴ, വർദ്ധിച്ചു വരുന്ന മഴ, കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് കൂടിയ മഴ, ഇതെല്ലാം പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധികളെ കുറ്റം പറഞ്ഞിരിക്കാതെ, മുഖം തിരിഞ്ഞു നിൽക്കാതെ നമുക്കെങ്ങനെ ഇപ്പോൾ ഉയർന്ന് പ്രവർത്തിക്കാം, എന്താണ് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി എല്ലാവരും ഒന്ന് ചിന്തിക്കുക. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. വയനാട് ദുരന്തം വീണ്ടും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ആ പാഠങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ ഇനിയും ഒരുപാട് വില കൊടുക്കേണ്ടി വരും.